എറണാകുളം പറവൂർ മാഞ്ഞാലി SNGIST കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. കോളേജിനകത്ത് വൻ പോലീസ് സന്നാഹം. ബാങ്ക് അധികൃതരെ വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും തടയാനുള്ള ശ്രമങ്ങളും ഉണ്ട്. വായ്പ എടുത്ത 4 കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി നടപടി. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, ഇപ്പോഴത്തെ സാഹചര്യം? രോഹിണി, ഇപ്പോഴും കോളേജിന് മുമ്പിൽ വലിയ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ബാങ്കുമായും ബാങ്ക് അധികൃതരുമായി ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാരും പോകാൻ സാധിക്കുന്നില്ല. ഇത് KTU സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതായത് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതുകൊണ്ട് തന്നെ നാളെ ചില സെമസ്റ്ററുകളുടെ പരീക്ഷ പോലും നടക്കേണ്ടതുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ പരീക്ഷ മുന്നിൽ കണ്ട് ഈ നടപടി പിൻവലിക്കണമെന്നതായിരുന്നു പ്രധാനമായും രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ പോലീസ് അധികാരികളുമൊക്കെയായി ഇവിടെ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും രക്ഷിതാക്കൾ പോകാൻ ഇവിടെ നിന്നും പിരിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറ് ഉണ്ടാകുന്നില്ല. എന്തായാലും അതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം, ഇതിനു മുമ്പ് ഇത് 3ാമത്തെ തവണയാണ് ഈ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രക്ഷിതാക്കളുമായി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 3ാമത്തെ തവണയാണ് ഇത് ജപ്തി നടപടി ഉണ്ടാകുന്നത്. 2014 ഈ മാനേജ്മെന്റ് ട്രസ്റ്റ് ബാങ്കിൽ നിന്നും, മഹേന്ദ്ര ബാങ്കിൽ നിന്നും, സ്വകാര്യ ബാങ്കിൽ നിന്നും ഏകദേശം 4 കോടി രൂപ വായ്പ എടുക്കുന്നത്. ആ വായ്പ എടുത്ത തുക ഇപ്പോൾ തിരിച്ചടവ് ആയിട്ട് ഏകദേശം 19 കോടി രൂപ ആയിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ രക്ഷിതാക്കളെയൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ അമ്മമാരോട് സംസാരിക്കുന്നതടക്കം കാണുന്നുണ്ട്. അകത്ത് പോയിട്ടാണോ? നാളെ പരീക്ഷ തുടങ്ങുന്നുണ്ട്, പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അവർ. എന്താ അവർ പറഞ്ഞ അധ്യാപകര് അവരിപ്പോ ഉടക്കി നിൽക്കുകയാണ്. അവരുടെ സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്, അപ്പൊ അവരുടെ സാലറി കട്ട് ചെയ്തിട്ട് അതിന് പൈസ കൊടുക്കാൻ. അപ്പം കുറെ പേര് ഉടക്കി നിൽക്കുക. നിങ്ങൾ ഏത് സെമ്മിലാണ് പഠിക്കുന്നത്? INMC. ഇന്ന് നാളെ പരീക്ഷ തുടങ്ങുന്നത്? ഞങ്ങൾക്ക് 28-ാം തീയതി തുടങ്ങണം. 28-ാം തീയതി പരീക്ഷ തുടങ്ങും. എന്തായാലും പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് മാനേജ്മെന്റ് അങ്ങനെ പറയുന്നത്. ഈ ജപ്തിയാണ് എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ബാക്കി കോളേജിലേക്ക് മാറ്റാനോ സർവകലാശാലയായിട്ട് എന്തെങ്കിലും സംസാരിച്ചു എന്നിട്ട് പറയുന്നുണ്ട്? പൈസ കൊടുക്കാന്ന് ഇപ്പൊ പറയണേ. അമ്മ ഇപ്പോൾ മകള് അപ്പുറത്തും അമ്മ ഇപ്പുറത്തും നിൽക്കുകയാണ്. പഠിത്തം എന്താകുമെന്ന് അറിയാൻ പാടില്ല. ഈ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നത്? ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നത് ഇവർ ടെൻസാണ്. മുൻകൂട്ടി ബിടെക് കഴിഞ്ഞിരിക്കുന്നത്. അത് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ INMC പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ ഉള്ളൂ. ദൂരെ പോയി നമ്മൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ട് പഠിപ്പിക്കണത്. ഇവരത് നമ്മളോട് ആദ്യമേ പറയലും നമ്മളിവിടെ ചേർക്കൂലായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് ചേരായിരുന്നു. ഇവരെ നമ്മൾ ചതിക്കല്ലേ ചെയ്തിട്ട് മാനേജ്മെന്റ്. ഈ രക്ഷിതാക്കളെല്ലാവരും തന്നെ വലിയ ആശങ്ക. ഇതിപ്പോൾ മറ്റൊരു രക്ഷിതാവ് കൂടി പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റി അല്ല, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ വേറെ കോളേജിൽ ചെന്ന് ചേർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റികളൊന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യില്ല. KTUവിൻ്റെ കോളേജുകൾ വളരെ കുറവാണ്. ഇപ്പോൾ INMCയുടെ ആണെങ്കിൽ കേരളത്തിൽ ഒരു കോളേജുകൾ പോലും ഇല്ല, വേറെ കോളേജില്ല. ഇപ്പോൾ MBAയുടെ കോളേജ് ആണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഈ പ്രദേശത്ത് മുഴുവനും കോളേജുണ്ട്. ഒരു MBA വിദ്യാർത്ഥിക്കും ഇവിടെ കയറാൻ പറ്റില്ല. അതെല്ലാം മറ്റ് യൂണിവേഴ്സിറ്റിയിലും, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഒക്കെയാണ്. ഇതൊരു KTU എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതിൻ്റെ കോളേജുകൾ ഇവിടെ അടുത്തില്ല. ഏറ്റവും അടുത്തുള്ള കോളേജ് ഇനി ഇവിടെ നിന്ന് 40 കിലോമീറ്റർ പോകണം. മനസ്സിലായ? മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കോളേജുകളിൽ ഈ കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കില്ല. KTUവിൻ്റെ കോളേജുകളിൽ മാത്രമേ ഈ കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുകയുള്ളൂ. ഇവർ നടത്തുന്ന കുറേ കോഴ്സുകൾക്ക് കേരളത്തിൽ വേറെ കോളേജുകളും ഇല്ല. ഇത് 3ാമത്തെ തവണ ഈ ജപ്തി നടപടി ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് വരുന്ന സമയത്ത് രക്ഷിതാക്കൾ വന്ന് ഇതുപോലെ പ്രതിഷേധമൊക്കെ നടത്തി എന്നതാണ് പറയുന്നത്. ആ സമയത്ത് ഇതുപോലുള്ള ഒത്തുതീർപ്പാണോ ഉണ്ടാകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇതുപോലെ ജപ്തി വന്നു. ഈ ബിൽഡിംഗ് ആകെ അവർ അടച്ചുപൂട്ടി. അതിനുശേഷം രക്ഷിതാക്കൾ ഇടപെട്ടു. വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഇവർ 1 കോടി രൂപയുടെ ചെക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്ത് ആണ് അന്ന് അവർ ഒഴിഞ്ഞു പോയത്. എന്നാൽ പൈസ അവർക്ക് അടക്കാൻ സാധിച്ചില്ല. ഇതിൽ ബാങ്കിൽ കാശുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പൈസ അടക്കാതിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജപ്തി നടപടി വന്നേക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഗുരുദേവൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് കുട്ടികൾ കൂടുതൽ പേര്. പിന്നെ ഫീസ് കുറവുള്ള
ഒരു കോളേജ് എന്നുള്ള നിലയ്ക്കാണ്, നല്ല പേരെടുത്ത കോളേജ് നിലയ്ക്കാണ് ഞങ്ങളിവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തത്. പക്ഷേ ഇത് ലോൺ എടുത്തിരിക്കുന്നതോ, എൻ്റെ മുൻ MBA ക്കാണ് പഠിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ മാനേജ്മെൻറ്റിൽ തന്നെയുണ്ട്. നമ്മളിവിടെ ചേർക്കാൻ വരുന്ന സമയത്ത് ഈ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ട്രസ്റ്റികളോ ആരും ഈ കോളേജിൽ നിലവിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം പോലും ഒരു അഡ്മിഷൻ കൊടുത്തു, യൂണിവേഴ്സിറ്റി ഇടപെട്ട് ആ കുട്ടികളെ തിരിച്ചയക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റും PTA എന്ന് വെച്ചാൽ രക്ഷാകർത്താക്കളോ കുട്ടികളോടോ ഇവിടുത്തെ ഇതുവരെയുള്ളൊരു കാര്യവും പറഞ്ഞിരുന്നില്ല. കാര്യം പറഞ്ഞാൽ മാത്രമല്ല നമുക്ക് ഇത്ര ഇഷ്യൂ ഉള്ള കോളേജാണ്, നമ്മളത് ചേർക്കണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കടബാധ്യതകളെക്കുറിച്ചും മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടികളെ ചേർത്തത്. ഇപ്പം ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും വന്നു ഇപ്പോൾ ഇപ്പോൾ സംസാരിച്ച കുട്ടികളടക്കം അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല, അവർ ടെൻഷനിലാണ്. നേരത്തെ 4 മണിക്ക് എണീറ്റ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ എന്തിനാണ് എണീറ്റ് പഠിക്കണത്, നാളെ പരീക്ഷ എഴുതാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ രോഹിണി, രക്ഷകർത്താക്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയിൽ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും എല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമുക്ക് വിദ്യാർത്ഥികൾ നിൽക്കുന്നതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അവരും അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം പാതി വഴിയിൽ മുടങ്ങുമോ എന്നുള്ള വലിയ ആശങ്ക നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളടക്കം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ പോലീസിന് അവരുമായി ഒന്നും തന്നെ സംസാരിക്കുന്നതിലുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷേ അതിൽ ബാങ്കുമായി ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചർച്ചയ്ക്ക് ശേഷം ഈ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം വിദ്യാർത്ഥി പ്രതിനിധികളും ചേരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ആരെങ്കിലും അകത്തേക്ക് വിളിച്ചിരുന്നോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്? പലവട്ടം മാനേജ്മെന്റ് അടുത്ത് കോൺടാക്ട് ചെയ്ത് ഞങ്ങളൊന്ന് അകത്തേക്ക് കയറ്റി വിടണം. KSU പ്രതിനിധികളാണ്, ഞങ്ങൾ 2 ജില്ലാ സെക്രട്ടറിമാരാണ്. അകത്ത് ചെന്ന് ഞങ്ങളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ ആ പ്രശ്നം മാതാപിതാക്കളോട് പങ്കുവച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടേനെ. നിലവിൽ അതിന്റെ അകത്തേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. ഇത് നടക്കുന്ന വെച്ചാൽ വെറും വിദ്യാഭ്യാസ കച്ചവടമാണ് നടക്കണേ. വിദ്യാഭ്യാസ കച്ചവടം. ഇതിൽ മാനേജ്മെന്റും ബാങ്കുകാരും തമ്മിലുള്ളൊരു ചർച്ചയാണ് ഇത്ര നടന്നത്. ഇതിലൊരു വിദ്യാർത്ഥികളെ പ്രതികരിച്ചിട്ട് ഒരാളെ പോലും അകത്തേക്ക് കടത്തി വിടുന്നില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, അവർക്കിനി അവരുടെ പഠന കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ്, എക്സാം ഇപ്പം നിലവിൽ സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ആ ഒരു സമയത്താണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എക്സാം എന്തോ സംതിങ് നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഒരു കോളേജ് അടച്ചിട്ട് ബാങ്കുകാർ ജപ്തി ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഈ ഒരു കോളേജിനെ സംബന്ധിച്ചിട്ട് ഇതിപ്പോൾ 2, 3, 4ാമത്തെ തവണയാണ് ഇങ്ങനെ ജപ്തി നടപടിയായിട്ട് വരുന്നത്. ഇപ്പൊ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന ഫീസ് അടച്ച് ഒരു മാസം വൈകിയ അതിന് വരെ ഫൈൻ അടച്ച് ഇതാക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇതൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഒരാളെ പോലും അതിലേക്ക് സംസാരിക്കാനോ ഇടപെടാനോ സമ്മതിക്കുന്നില്ല മാനേജ്മെന്റ്. ഈ സമരം അല്ലെങ്കിൽ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സംസാരിക്കേണ്ടായി. നമുക്കറിയാം ഇവിടെയുള്ള ഓരോ രക്ഷിതാക്കളും ഇവിടെ വന്നിരിക്കുന്ന അവരുടെ മക്കളുടെ ഭാവി എന്താകുമെന്നുള്ളതിൻ്റെ ഒരു പേടി തന്നെയാണ്. വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോഴും അവർക്ക് മുമ്പിലുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ മറ്റും പേരിൽ അവരുടെ ജീവിതമാണ് തുലാസിലാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെല്ലാവരും വളരെ പേടിയിലാണ്. അവരുടെ ഒറ്റ ആവശ്യം എന്നുള്ളത് ആ വിദ്യാർത്ഥികളുടെ അടുത്ത വിദ്യാഭ്യാസത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്തു പോകണം എന്നുള്ളതാണ്. ബാങ്കും മാനേജ്മെന്റും തമ്മിലുള്ള വിഷയമോ അല്ലെങ്കിൽ കോളേജ് അധികൃതരുമായിട്ടുള്ള വിഷയമൊന്നും ഇവരെ ബാധിക്കേണ്ട കാര്യമില്ല. ആ വിദ്യാർത്ഥികൾ അവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. അവരുടെ പഠിപ്പിന് തടസ്സം വരാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ നീക്കേണ്ടത്. അത്തരത്തിൽ എന്തെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ABVP അതിന് വേണ്ടുന്ന ബാക്കി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. രോഹിണി, ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ പറഞ്ഞതുപോലെ കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് കാലങ്ങളായി അറിയാവുന്നതാണ്. സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് രജനീയസ് ആനന്ദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ മരണപ്പെട്ടതുപോലും കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലുണ്ട് എന്നതും നമുക്ക് ഓർമ്മിക്കേണ്ടതാണ്. പല തലവരിപ്പണത്തിന്റെയും പ്രശ്നത്തിൽ പല വിദ്യാർത്ഥികളുടെയും ഫീസ് വർധനവ് അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കേരളത്തിലെ പല സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചരിത്രവും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ക്യാമ്പസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ തന്നെ അത് ചോദ്യചിഹ്നമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും മറ്റു ജനപ്രതിനിധികൾ പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു ആശങ്കാജനകമായ കാര്യമാണ്. ഈ നാട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നാണ് നേരത്തെ ഒരു വിദ്യാർത്ഥി നമ്മളോട് സൂചിപ്പിച്ചത്. എന്തായാലും പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ചർച്ച അകത്തിപ്പോഴും പുരോഗമിക്കുകയാണ്. രോഹിണി.
ശരി അഖിൽ. എറണാകുളം പറവൂർ മാഞ്ഞാലി SNGIST കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി. കോളേജിനകത്ത് ഇപ്പോൾ വൻ പോലീസ് സന്നാഹമാണ്. ബാങ്ക് അധികൃതരും വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും എല്ലാം ഒത്തുചേർന്ന് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.